ബോയിങ് സ്റ്റാർലൈൻ പേടകം വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമായിരുന്നു വിജയകരമായത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ഡച്ച് വിൽമേറിനെയും വഹിച്ചുള്ള പേടകമാണ് ഭ്രമണപഥത്തിലെത്തിയത്. പേടകത്തിന്റെ ആദ്യ വനിതയെന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിതയെന്ന നേട്ടവുമാണ് സുനിതയ്ക്ക് ലഭിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള തന്റെ മൂന്നാമത്തെ യാത്ര നൃത്തം ചെയ്താണ് സുനിത വില്യംസ് ആഘോഷമാക്കിയത്. ഇതിന്റെ വീഡിയോകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഏറെ ആഹ്ലാദത്തോടെ നൃത്തം ചെയ്തുകൊണ്ടാണ് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചത്. നിലയത്തിലുണ്ടായിരുന്ന 7 ബഹിരാകാശ സഞ്ചാരികളും ഇരുവരെയും ആലിംഗനത്തോടെ സ്വീകരിച്ചു. വ്യാഴാഴ്ചയായിരുന്നു പേടകം നിലയവുമായി ബന്ധിപ്പിച്ചിരുന്നത്. ഇന്ത്യൻ സമയം 11:07 കൂടിയാണ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 27 മണിക്കൂർ നീണ്ടുനിന്നതായിരുന്നു ഇരുവരുടെയും യാത്ര. ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് പ്രതീക്ഷിതത്തിലും 1 മണിക്കൂർ വൈകിയിരുന്നു. ഭക്ഷണങ്ങളടക്കം 345 കിലോഗ്രാം വസ്തുക്കളും ഇരുവരും നിലയത്തിൽ എത്തിച്ചു. ഗവേഷണങ്ങളും പരീക്ഷണങ്ങളുമായി 7 ദിവസത്തോളം ഇരുവരും നിലയത്തിലുണ്ടാകും. സ്റ്റാർലൈൻ പേടകത്തിന് പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം. ദൗത്യം വിജയകരമായാൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിന് ശേഷം ബഹിരാകാശ യാത്രികരെ പരിക്രമണ ലബോറട്ടറിയിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്ന രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ പേടകമായി സ്റ്റാർലൈൻ മാറും. സി ന്യൂസ് കോഴിക്കോട്.